രാവിലെ എഴുന്നേറ്റിട്ട് ചായ കുടിക്കുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ മുമ്പിലൊരു കാര്യം വന്ന് പെട്ടത്. അത് വേറൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിലെ വാഷിംഗ് മെഷീനാണ്. ഉപയോഗിച്ച് തേയ്മാനം വരുത്തിയിട്ടുണ്ട് ഞങ്ങൾ ഈ വാഷിംഗ് മെഷീനെ. അത്യാവശ്യം ഒരു 8-10 കൊല്ലം പഴക്കമുണ്ട് ഇതിന്. ഉപയോഗിച്ച് അതിൻ്റെ പരമാവധിയായി. എല്ലാ പാർട്സും മാറ്റി വെച്ചാലും പുതിയത് വാങ്ങുന്നതായിരിക്കും അതിന് ബെറ്റർ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ നമ്മുടെ തൃശ്ശൂരിലുള്ള മൈജിയിലൊന്ന് പോയി പുതിയതായിട്ടുള്ളൊരു വാഷിംഗ് മെഷീൻ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സേർ അതിൽ കൂടെ വണ്ടികൾ പോകുന്നതൊക്കെ ഭയങ്കര കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും പപ്പയും അമ്മയും സാറ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മൈജിയിലൊന്ന് കയറി നോക്കി എന്തൊക്കെ ഓഫേഴ്സ് ഉണ്ട്. സംഭവം ഇപ്പോഴത്തെ 8-10 വർഷമായല്ലോ നമ്മൾ മേടിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ വില നിലവാരവും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടെ പോയപ്പോൾ ആകെ കൺഫ്യൂഷൻ, ഏത് വാങ്ങണം ഏത് വാങ്ങണ്ട, സെമി ഓട്ടോമാറ്റിക് വാങ്ങണോ ഫുൾ ഓട്ടോമാറ്റിക് വാങ്ങണമെന്ന് അന്തം വിട്ട് ഞാൻ നിൽക്കുക. അമ്മ അവിടെ തലങ്ങും വിലങ്ങും കിടന്ന് നടക്കുന്നുണ്ട്. അമ്മ എന്തൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനും തരപറ നടക്കുന്നുണ്ട്, ഏത് വേണം ഏത് വേണ്ടാന്നറിയാണ്ട്. അങ്ങനെ അമ്മ എന്തോ മോഡൽ കണ്ടുവച്ചിട്ടുണ്ട്, അതാണ് അമ്മ ഓരോന്നും ഡീറ്റെയിലായി നോക്കുന്നുണ്ട്. അമ്മ ഏതാ കണ്ടുവച്ചെന്നുള്ളത് അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്കറിയില്ല. അങ്ങനെ ടോപ്പ് ലോഡുണ്ട്, പല മോഡൽസ് ഉണ്ട് അവിടെ. അപ്പം ഞാനതൊക്കെ നോക്കി നടക്കുകയാണ്. അതിനിടയിൽ സേറ ഇതൊന്നും അറിയുന്നില്ല. അവളുടെ മെയിൻ ഹോബി വായിൽ കൈയിടുക ഇതന്നെ. അവസാനം ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിപ്പല കിടന്നു. ബോറടിച്ചിട്ട് വയ്യ, ഏതാന്ന് സെലക്ട് ചെയ്യുന്ന പോലും ഇല്ല. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എനിക്കൊരു 8ൻ്റെ മണി കിട്ടിയത്. വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ സേറേനെ ഫീഡ് ചെയ്ത് കുളിപ്പിച്ച് സുന്ദരി കുട്ടിയായിട്ടൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ സ്ലീപ്പിംഗ് ടൈമാണിത്. അത് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്തു. അപ്പോൾ അവൾ സ്വാഭാവികമായിട്ട് അവൾ റിയാക്ട് ചെയ്യും. സോ ഇത് അവളുടെ ഉറങ്ങുന്ന ടൈമാണ്, അതിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത കാരണം അവൾ റിയാക്ട് ചെയ്തു. അപ്പം നമ്മൾ അവളെ ഉറക്കണം. പ്രത്യേകിച്ച് ഉറക്കാനായിട്ട് നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ അവളെ എടുത്തുകൊണ്ട് നടന്നാൽ മതി, അവൾ തന്നെ ഉറങ്ങിക്കോളും. അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് നടക്കണമെങ്കിൽ ഞാൻ എൻ്റെതായ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു 4 തവണ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തരാപാര നടന്നു. അപ്പം നമ്മുടെ സാർ ഉറങ്ങി. അവൾ ഉറങ്ങിയെന്ന പ്രതീക്ഷയിൽ ഞാൻ വീണ്ടും എൻ്റെ യാത്ര തുടർന്നു. അവിടെ ഉണ്ടായ എല്ലാതും ഞാൻ ഡീറ്റെയിലായി നോക്കുമായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് പപ്പയുടെ അമ്മയുടെ അടുത്തെത്തി. അവരേതെങ്കിലും ഒരെണ്ണം കൺഫേം ചെയ്തിട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയിൽ. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ പിന്നാസക്തി അറിഞ്ഞത്, അവരിതുവരെ കൺഫേം ചെയ്തിട്ടില്ല, ഇപ്പോഴും ഡിസ്കസിങ് ആണ്. ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കിയ സാറാണ് ഇപ്പോൾ കണ്ണു മിഴിച്ചിരിക്കുന്നത്. കണ്ടപ്പോൾ എനിക്ക് കരയണോ ചിരിക്കണോ എന്നറിയില്ല. എത്ര നേരം ഞാൻ എടുത്തുകൊണ്ട് നടന്ന് ഉറക്കിയതാണ്. ഇപ്പം നോക്കിയേ, ഉറക്കവും ഒന്നുമില്ല, കളിച്ച് തിരിച്ച് അമ്മയുടെ മേത്ത് കളിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം പപ്പയും അമ്മയും കൂടി ഒരു വാഷിംഗ് മെഷീൻ കൺഫേം ആക്കി. പിന്നെ ഒരു സെക്കൻഡ് അവിടെ നിന്നില്ല, വേഗം ഞങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായി. ഇനി എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ്